ഹേ ഗായ്സ്, ഞാൻ പിന്നെയും വന്നു. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. 2026 വളരെ മികച്ചൊരു വർഷമാവട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് കൊണാമി നമുക്ക് ഒരു ഫ്രീ ഷോർട്ട് ടൈം പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ ഒരു പാക്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാണോ അയാളെ നിങ്ങൾ സൈൻ ചെയ്യുക. രണ്ടാമത്, നിങ്ങളുടെ സ്ക്വാഡ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ഒരു അപ്ഗ്രേഡ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു കാർഡ് ഇതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു കാർഡ് തന്നെ നിങ്ങൾ സൈൻ ചെയ്യാം. അതല്ല, എൻ്റെ ടീം ഇപ്പോൾ ഓൾറെഡി സെറ്റാണ്, അപ്പോൾ ഈ ഒരു പാക്കിലെ ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് നോക്കിയിട്ട് സൈൻ ചെയ്യാനിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ റാഷ്ഫോർഡിൻ്റെ കാർഡ് നോക്കാം. ഒരു പ്രൊലിഫിക് വിങ്ങർ കാർഡാണ്, നല്ല സ്പീഡ് കൊടുത്തിട്ടുണ്ട്. സാധാരണ വരുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഡ്രിബ്ലിംഗ് സ്റ്റാറ്റ്സും ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് സ്പെഷ്യൽ സ്കില്ലായിട്ട് നമ്മുടെ ആക്സിലറേഷൻ ബേസ്റ്റ് ആണ് വരുന്നത്. റിവ്യൂ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഒപ്പീനിയനിൽ ഇത് കുറച്ചും കൂടി റാഷ്ഫോർഡിന്റെ ബെറ്റർ ആയിട്ട് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു വേർഷൻ ആയിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കിക്കിംഗ് പവറിന്റെ ബെനിഫിറ്റ് വിങ്ങിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ ഇത് CF ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. ഒന്നാമത് അറ്റാക്ക് അവയർനെസ് കുറച്ച് കുറവാണ്, അപ്പോൾ അതിന്റെ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടാവും. പിന്നെ ഏരിയയിൽ അത്ര കിടിലല്ല, നമ്മൾ പിന്നെ അതിനുവേണ്ടി മെനക്കെട്ട് ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മുടെ കുറേ ഡ്രിബിളിംഗ് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർ വിങ്ങറെയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു കാർഡ് മസ്റ്റ് ആയിട്ട് സൈൻ ചെയ്യുക. വേറെ ഒരു കാർഡ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓട്ടോ ട്രെയിനിങ് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കൊടുത്തിട്ടുള്ള അഡീഷണൽ സ്കില്ലും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഈ ഒരു കാർഡിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. അടുത്തത് ഡീൻ ഹോയ്സന്റെ ഈ ഒരു ബിൽഡപ്പ് കാർഡാണ്. അത്യാവശ്യം ടോളായിട്ടുള്ള അത്യാവശ്യം ഒരു പ്രസൻസ് ഉള്ളൊരു കാർഡാണ്. നല്ല രീതിക്ക് സ്ലൈഡിംഗ് ടാക്കിളും അതുപോലെ തന്നെ നല്ല രീതിക്ക് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ക്വിക്ക് ആയിട്ടുള്ള എല്ലാവർക്കും ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ബാക്കാണ് ഹോയ്സന്റെ ഈ ഒരു കാർഡ്. പക്ഷേ ഈ ഒരു കാർഡിന് വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫൻസീവ് സ്കില്ല് കൊടുക്കുന്നതിന് ഒരു വിഷണറി പാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ലോങ് ബോളൊക്കെ കൊടുക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആകും, പക്ഷെ ഒരു ഡിഫൻഡർക്ക് ഇതിനേക്കാൾ ബെറ്റർ സ്കില്ല് കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇന്റർസെപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് പൊസിഷനും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലരുടെയും കയ്യിൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് കാർഡ് ഓൾറെഡി എല്ലാവരുടെ കയ്യിലുണ്ടാവും. അത് അത്യാവശ്യം നല്ല അഭിപ്രായമുള്ള ഒരു കാർഡ് തന്നെയാണ്. സോ ഡിഫൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കാർഡ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഞാൻ ഈ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ടുന്ന അഡീഷണൽ സ്കിൽസ് ഇതൊക്കെയാണ്. സോ നിങ്ങൾ ഇതിനനുസരിച്ച് ട്രെയിൻ ചെയ്യുക. അവസാനമായിട്ട് നമ്മുടെ കെവിൻ ഡി ബ്രൂയിനെ ഈ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡ്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിട്ട് പലരും ഈ കാർഡ് ഒഴിവാക്കുന്ന കണ്ടിട്ടുണ്ട്. മാത്രമല്ല, എടുത്ത പലർക്കും അത്ര നല്ല പെർഫോമൻസ് കിട്ടിയിട്ടില്ല എന്നും ഗ്രൂപ്പിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാർഡിന്. അത്യാവശ്യം നല്ല സ്പീഡ്, ഡ്രിബ്ലിങ്, ഫിനിഷിങ്, പാസിംഗ് ഒക്കെ അത്യാവശ്യം ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു കാർഡ്. പിന്നെ ഫെനോമൽ പാസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ബോഡി ബാലൻസ് പോയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാസ് കൊടുക്കാൻ പറ്റും. പിന്നെ ലോങ് റേഞ്ച് ഷൂട്ടിങ്ങിന്റെ കാര്യമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. 93 കിക്കിംഗ് പവർ ഒക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൻ ചെയ്യുകയും ചെയ്യാം. ഞാൻ ഈ കൊടുത്തൊരു ട്രെയിനിങ് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന അഡീഷണൽ സ്കിൽസും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു പാക്കിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഈ ഡീൻ ഹോയ്സനെ തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിവിടെ ചെറിയൊരു റയൽ മാഡ്രിഡ് ടീം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പ്ലേയേഴ്സും റയൽ മാഡ്രിഡ് ഒന്നുമല്ല, എന്നാലും ഓൾമോസ്റ്റ് കിട്ടിയതൊക്കെ റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു കാർഡ് കൂടി ഈ ഒരു ടീമിലേക്ക് ആഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഹോയ്സന്റെ കാർഡ് എടുക്കാന്ന് വെച്ചത്. പിന്നെ നിങ്ങൾക്കും അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് കാർഡാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഏതായാലും 3 കാർഡ്സും വേർത്താണ്. കെവിൻ ഡി ബ്രൂയിനെ ഇപ്പം വലിയ പെർഫോമൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നവർ ഈ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ പ്ലേയിങ് സ്റ്റൈൽ കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല, അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ റിസോൾവ് ആകുന്നതായിരിക്കും. ഇത്തവണ എന്തായാലും മെയിൻ്റനൻസ് വരാത്തതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.